ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സ്റ്റുഡൻസൊക്കെ വന്നു തുടങ്ങട്ടെ. ഓക്കെ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ലൈവിൽ. ഓക്കെ ദെൻ, സോ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്? ഓക്കെ, പൊതുവേ നമുക്കറിയാം IELTSന് 4 മൊഡ്യൂൾസ് ഉണ്ടെന്നും OETക്കും 4 മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. അറിയാം, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഒക്കെയാണ് 4 മൊഡ്യൂൾസ്. അതിൽ നമുക്ക് ഏതിനാണെങ്കിലും, ഏതൊരു മൊഡ്യൂളിനാണെങ്കിലും, ഏതൊരു സെഷനാണെങ്കിലും നമുക്ക് വേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. നമ്മളുടെ ഉപയോഗിക്കുന്ന ഒരു വേർഡുകൾ അനുസരിച്ചിരിക്കും നമ്മളുടെ ബാൻഡ് സ്കോർ കൂടുകയും താഴുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ വേർഡ്സ്, നമ്മുടെ വൊക്കാബുലറി ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഒരു മാർക്കും അല്ലെങ്കിൽ നമ്മുടെ ആ സ്കോറും ലഭിക്കുന്നത്. നമ്മുടെ ഏത് സ്കോറാണ്, അല്ലെങ്കിൽ ഇന്നൊരു സ്കോറാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഇന്ന വേർഡ്സ് യൂസ് ചെയ്താൽ, കുറച്ചുകൂടെ ഒരു അടുത്ത ലെവൽ, നെക്സ്റ്റ് ലെവൽ ഓഫ് വേർഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കോറ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. അഡ്വാൻസ്ഡ് വേർഡ്സ് ഫോർ IELTS. അഡ്വാൻസ്ഡ് വേർഡ്സ് ഫോർ IELTS. സോ IELTSന് വേണ്ട അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല വേർഡ്സിനെ പറ്റിയാണ് ഇന്നിവിടെ പഠിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. സോ ഈ ഒരു കുറച്ച് വേർഡ്സ് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സിനോണിംസും അതിൻ്റെ ഒരു എക്സാമ്പിളും ഒക്കെയാണ്, ആ രീതിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് ഇസ് scintillating. Scintillating. Scintillating എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എക്സൈറ്റിംഗ്ലി ക്ലെവർ ആൻഡ് സ്കിൽഫുൾ, അല്ലെങ്കിൽ ഷൈനിങ് ബ്രൈറ്റ്ലി, വളരെ തെളിച്ചമുള്ള, വളരെ മനോഹരമായിട്ട് തിളങ്ങുന്ന, അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം. എക്സൈറ്റിംഗ്ലി ക്ലെവർ ആൻഡ് സ്കിൽഫുൾ, ഷൈനിങ് ബ്രൈറ്റ്ലി, വളരെ തിളക്കമാറുന്ന അല്ലെങ്കിൽ തിളക്കമുള്ള എന്തോ ഒരു കാര്യം, അല്ലേ? അപ്പോൾ scintillating എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊനൗൺസ്ഡ് ആസ് scintillating. Scintillating. ഫൈൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. മേ ബി സം scintillating conversation would break the ice. Maybe some scintillating conversation would break the ice. ഈ ഐസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺവെർസേഷനെ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും. ഓക്കെ, ആ സ്റ്റാർട്ടിങ് ട്രബിൾ ബ്രേക്ക് ചെയ്യാൻ എന്താണ് വേണ്ടത്? നമ്മുടെ ആ കോൺവെർസേഷൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം, വളരെ ഷൈനിങ് ബ്രൈറ്റ്ലി അല്ലെങ്കിൽ എക്സൈറ്റിംഗ്ലി ക്ലെവർ ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. സോ എക്സാമ്പിൾ നോക്കിയേ. ഹിസ് ഐസ് ഫെൽ അപ്പോൺ ദ ഡയമണ്ട് റിംഗ് ഷൈനിങ് ആൻഡ് scintillating ഇൻ ദ സൺ. ഹിസ് ഐസ് ഫെൽ അപ്പോൺ ദ റിംഗ് ഷൈനിങ് ആൻഡ് scintillating ഇൻ ദ സൺ. സൂര്യൻ്റെ ആ ഒരു പ്രകാശത്തിൽ വളരെ തിളങ്ങുന്ന ആ ഒരു റിങ്, ഡയമണ്ട് റിങ്ങിൽ അയാളുടെ കണ്ണുകൾ പതിഞ്ഞു. ഹിസ് ഐസ് ഫെൽ അപ്പോൺ ദ ഡയമണ്ട് റിംഗ് ഷൈനിങ് ആൻഡ് scintillating ഇൻ ദ സൺ. സോ എന്താണ് ഷൈനിങ്ങും scintillatingുമായിട്ട് അവിടെ കാണിച്ചേക്കുന്നത്? ഐസാണോ? അല്ല, ഡയമണ്ട് റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഡയമണ്ട് റിംഗ് ആണ് ഇതിനകത്ത് ഇപ്പോൾ കണ്ടുവരുന്നത്. ഡയമണ്ട് റിങ്ങിൽ തിളങ്ങുന്ന ഡയമണ്ട് റിംഗ്. സോ ഡയമണ്ട് റിങ്ങിനെ പറ്റിയുള്ള വിശേഷണങ്ങളാണ് ഷൈനിങ്ങും scintillatingും ഒക്കെ. സോ scintillating എന്താകാം? ഒരു ക്വാളിറ്റി അല്ലേ, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് പറയുന്നത്. സോ നമുക്കത് എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? പാർട്സ് ഓഫ് സ്പീച്ചിലുള്ളതിൽ അഡ്ജക്റ്റീവായിട്ട് നമുക്കത് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ഒരു കുറച്ച് സിനോണിംസ് നോക്കിക്കഴിഞ്ഞാൽ സ്പാർക്ലിംഗ്, ഡാസ്ലിംഗ്, ഗ്ലിമറിംഗ്, ഗ്ലിറ്ററിംഗ്. സ്പാർക്ലിംഗ്, ഡാസ്ലിംഗ്, ഗ്ലിമറിംഗ്, ഗ്ലിറ്ററിംഗ്. അപ്പോൾ scintillating എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സൈറ്റിംഗ്ലി ക്ലെവർ ആൻഡ് സ്കിൽഫുൾ, ഇറ്റ്സ് ഷൈനിങ് ബ്രൈറ്റ്ലി, റൈറ്റ്?
അപ്പോൾ വളരെ തിളക്കമുള്ള ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻഡിലേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിംസ് വരുന്നത് സ്പാർക്ലിംഗ്, ഡാസ്ലിംഗ്, ഗ്ലിമറിങ്, ഗ്ലിറ്ററിങ്. ഈ 4 സിനോണിംസ് നമുക്ക് സിൻഡിലേറ്റിങ്ങിന് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുക. അപ്പം നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ നോക്കാം. സിൻഡിലേറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ക്ലെവറാണ്, വളരെ ബുദ്ധിപരമായിട്ടുള്ള, വളരെ അപ്പോൾ ഒരു ആളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി, അയാളുടെ ഒരു ഫീച്ചറാണ് അത്രത്തോളം എക്സൈറ്റിംഗ്ലി ബ്രൈറ്റ് ആയിട്ട് ഉള്ള രീതിയിൽ നിൽക്കുന്നത്. ഭയങ്കര ബ്രൈറ്റ് പേഴ്സണാലിറ്റി, ബ്രൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള, വളരെ ഹി ഓൾവേസ് സ്റ്റുഡ് ഇൻ ദ ഫോർ ഫ്രണ്ട് ഓർ ഹിസ് എൻ ഐ ക്യാച്ചർ എന്നുള്ള രീതിയിൽ പറയാം. സോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സിൻഡിലേറ്റിംഗ് എന്നും ആകാം, അതല്ല ഒരു വസ്തുവിനെ പറ്റി വളരെ തിളക്കമുള്ള ഒരു വസ്തു എന്നും അങ്ങനെയും ആകാം. സോ സിനോണിംസ് സ്പാർക്ലിംഗ്, ഡാസ്ലിംഗ്, ഗ്ലിമറിംഗ്, ഗ്ലിറ്ററിംഗ്. സോ ദീസ് ആർ ദി സിനോണിംസ്. സോ ഇനി അടുത്തതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു വേർഡിലേക്കാണ് ഇപ്പം നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വേർഡ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, സിൻഡിലേറ്റിംഗ്. സിൻഡിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ഇറ്റ് ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി. സോ 4 സിനോണിംസും കിട്ടി. അടുത്ത വേർഡിലേക്ക് നീങ്ങാം. ഇറ്റ്സ് എക്സിലറേറ്റിംഗ്. എക്സിലറേറ്റിംഗ് ഫസ്റ്റ് എല്ലാം ING ഫോംസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം നമുക്കൊരു പറഞ്ഞല്ലോ അഡ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു രീതിയാണ്. അഡ്ജക്റ്റീവ് കാറ്റഗറൈസേഷനിലാണ് നമ്മൾ ഇത്രയും വേർഡ്സും കൂടുതലും വരുന്നത്. തീർച്ചയായിട്ടും എക്സിലറേറ്റിംഗ് എന്ന് പറയുന്നൊരു വേർഡ് ഒരു പരിധിവരെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എക്സിലറേറ്റിംഗ് മീനിങ് വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. വളരെ സന്തോഷമുള്ള, വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം. എക്സാമ്പിൾ നോക്കിയേ, falling in love is an exhilarating experience. Falling in love is an exhilarating experience. I was exhilarated when I reached the top of the mountain. മൗണ്ടനിൽ, അപ്പോൾ ഏറ്റവും ആ ഒരു മലയുടെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിൽ, ഹിൽ ടോപ്പിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഐ വാസ് ടോട്ടലി എക്സിലറേറ്റഡ്. ഐ വാസ് എക്സിലറേറ്റഡ് വെൻ ഐ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. ആ മലയുടെ മുകളിലെത്തിയപ്പോൾ ഐ ഫെൽറ്റ് സംതിങ്, ഐ ഫെൽറ്റ് റിയലി ഹാപ്പി, അല്ലെങ്കിൽ ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ ആ വെരി ഹാപ്പി എന്നുള്ള ഒരു ടേമാണ് നമ്മൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു വേർഡ് എക്സിലറേറ്റഡ്. ഐ വാസ് എക്സിലറേറ്റഡ് വെൻ ഐ റീച്ച് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. I was accelerated when I got a job. Was accelerated when I joined a new movie. അങ്ങനെ പറയാം. സോ സിനോണിംസ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് എക്സിലറേറ്റിങ്ങിൻ്റെ മറ്റ് അതേ സിനോണിംസ് എന്ന് വെച്ചാൽ എന്താ? ദ വേർഡ്സ് വിത്ത് ഹാവ് ഓർ വിച്ച് ഹാവ് സെയിം മീനിങ് എന്നുള്ളതാണ്. പര്യായ പദങ്ങൾ എന്ന് പറയത്തില്ലേ മലയാളത്തിൽ? സോ അത് തന്നെയാണ് ഈ ഒരു സിനോണിംസിൻ്റെ അർത്ഥം വരുന്നത്. സിനോണിംസ് വരുമ്പോഴത്തേക്ക് എക്സാൾട്ടിങ്, എലിവേറ്റിംഗ്, ഗ്ലാഡനിങ്. എക്സലറേറ്റിങ്ങിൻ്റെ മറ്റ് സിനോണിംസ് ഏതൊക്കെയാണ്? എക്സാൾട്ടിങ്, എലിവേറ്റിംഗ്. എക്സലറേഷൻ ഇസ് ആക്ച്വലി ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്കുള്ളൊരു പറഞ്ഞല്ലോ ഒരു കുതിപ്പ് എന്നൊക്കെ പറയത്തില്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഈ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്ന് പറയത്തില്ലേ? ആ ഒരു കാര്യമാണ് ഇവിടെ എക്സിലറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു വേർഡിനോട് സാമ്യം വരുന്നതാണ് ഈ എലിവേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഉയർന്നു പോവുകയാണ്, നമ്മളിങ്ങനെ അങ്ങ് പൊങ്ങിപ്പോയി, അയ്യോ വലിയ സന്തോഷത്തിൽ അങ്ങ് പൊങ്ങി, അതാണ് സന്തോഷമായിട്ട്. സോ എലിവേറ്റിംഗ്, ഗ്ലാഡനിങ്ങും അതേ അർത്ഥത്തിൽ തന്നെ ഉള്ളൊരു വേർഡാണ്. സോ ദീസ് ആർ ദി സിനോണിംസ് ഫോർ ദ വേർഡ് എക്സിലറേറ്റിംഗ്. ഷുവറായി ഓക്കെ ആയി കൺഫേം ആയി വിചാരിക്കുന്നു. ഈ അർത്ഥം അത് കൺവേ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യേർണിംഗ്. നമുക്കറിയാം കാത്തിരിപ്പ് എന്നൊക്കെ ഉള്ളതിന് പറയുന്ന പേരാണ് യേർണിംഗ്. ഇറ്റ്സ് നോട്ട് യോണിങ്, ഇറ്റ്സ് യേർണിംഗ്, റൈറ്റ്? ഡീപ്പ് ലോങ്ങിങ് ഓർ ഡിസയർ. ഒരു കാര്യം ഇങ്ങനെ ഡീപ്പ് ലോങ്ങിങ് ഓർ ഡിസയർ, ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, കാത്തിരിക്കുകയാണ്. കാത്തൊരു മഴയത്തെന്നൊക്കെ പറഞ്ഞ പാട്ട് പോലെ അല്ലേ? വേണ്ട, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ വെയിറ്റിംഗ്, റൈറ്റ്? ഇറ്റ്സ് എ യേർണിംഗ് ഫോർ ഫുഡ് ആകാം. പിന്നെ കുറച്ചുകൂടെ അത് ആപ്റ്റായിട്ട് വരുന്നൊരു വേർഡ് എന്ന് പറഞ്ഞാൽ, സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. സപ്പോസ് നമ്മളീ പറഞ്ഞ ഫ്രേസ് കേട്ടിട്ടുണ്ടല്ലോ, ഫോർ എവർ ആൻഡ് എ ഡേ. ഫോർ എവർ ആൻഡ് എ ഡേ, ഒരു നീണ്ട കാലയളവ് എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു നീണ്ട കാലയളവിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സെർച്ച്, ഒരു വെയിറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഡീപ്പ് ലോങ്ങിങ് ഓർ ഡിസയർ. സോ ഡീപ്പ് ലോങ്ങിങ് ഓർ ഡിസയർ എന്ന് പറയുമ്പോൾ എന്താ? yearning എന്നാണ് അതിന് പറയുന്നത്. സോ yearning ഈസ് എ ഡീപ്പ് ലോങ്ങിങ് ഓർ ഡിസയർ. എക്സാമ്പിൾ,
ഹർ യേണിംഗ് ഫോർ അഡ്വെഞ്ചർ ലെഡ് ഹർ ടു ട്രാവൽ ദ വേൾഡ്. ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ അവളുടെ ഉള്ളിലുള്ള ആ സാഹസികതയോടുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടമാണ് പ്രേരിപ്പിച്ചത്. വാട്ട് മെയ്ഡ് ഹർ ട്രാവൽ ദ വേൾഡ്? എന്താണ്? ഹർ യേണിംഗ് ഫോർ അഡ്വെഞ്ചർ. അഡ്വെഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു യേണിംഗ് ആണ്, ഒരു ഡീപ്പ് ലോങ്ങിങ്, ആഗ്രഹിക്കുകയാണ്. അത് വേണം എന്നുള്ളൊരു ആഗ്രഹം, അതിനായിട്ടുള്ളൊരു കാത്തിരിപ്പ്, ഇതൊക്കെയാണ്, പ്രതീക്ഷയോടുള്ളൊരു കാത്തിരിപ്പാണ് ഈ യേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ അർത്ഥം വരുന്ന 3 വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിനോണിംസ് എന്തൊക്കെയാണ്? ആസ്പിറേഷൻ, പിന്നെ ഫാസിനേഷൻ, ക്രേവിങ്. ഐ ക്രേവ് ഫോർ ഐസ്ക്രീം എന്ന് പറയുന്നില്ല, ഈസ് ക്രേവിങ് ഫോർ ചോക്ലേറ്റ്സ്. ക്രേവിങ്, ഐ ക്രേവ് ഫോർ ചോക്ലേറ്റ്സ്. ഐ ഹാവ് എ ക്രേവിങ്, ഐ ഹാവ് എ ടെംപ്റ്റേഷൻ ടുവേർഡ്സ് ചോക്ലേറ്റ്സ്, ടുവേർഡ്സ് ഹാവിങ് ചോക്ലേറ്റ്സ് എന്ന് പറയത്തില്ലേ. സോ എനിക്ക് ആ ഒരു എന്താണ് നൈറ്റ് ക്രേവിങ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്കിപ്പം സ്റ്റിൽ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ക്രേവിങ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ആ ഒരു കാര്യം വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സപ്പോസ് ഒരു ചോക്ലേറ്റ് കഴിക്കണമെന്ന് തോന്നി. സോ എനിക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. സോ ദാറ്റ് കൈൻഡ് ഓഫ് വെയിറ്റിംഗ് യേണിംഗ് ആണ്. ഐ ഹാവ് എ ഡീപ്പ് ലോങ്ങിങ് ഫോർ സംതിങ്, ഓർ ഐ ഹാവ് എ ഡിസയർ ഫോർ സംതിങ്. ഓർ നമുക്ക് ആ ഡിസയർ അല്ലെങ്കിൽ ക്രേവിംഗ് എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് ആസ്പിറേഷൻ. ഐ അസ്പയർ ടു ബി an actor. ഐ അസ്പയർ അല്ലെങ്കിൽ ആസ്പിറേഷൻ. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതാകാനുള്ളൊരു ആഗ്രഹം. വേറൊരു വാക്കുണ്ട് ഇതിന്, ത്വര എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റി, കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ, ഒരു കൈൻഡ് ഓഫ് വെയിറ്റിംഗ് എൻലെസ്ലി ഫോർ ഗെയിനിങ് സംതിങ്. സോ ആസ്പിറേഷൻ അതും ഒരു ഡീപ്പ് ലോങ്ങിങ് ആണ്. ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു യേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു വേർഡാണ് ആസ്പിറേഷൻ, ഫാസിനേഷൻ ടുവേർഡ്സ് എന്ന് പറയും. ഫാസിനേഷൻ, എനിക്ക് ബ്ലാക്ക് കളറ് ഷർട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഹാവ് എ റെയർ ഫാസിനേഷൻ ടുവേർഡ്സ് ബ്ലാക്ക് ക്ലോത്ത്സ് എന്ന് പറയും. സോ ഡീപ്പ് ലോങ്ങിങ് ആണ്. അത് ഫുഡാകാം, ക്ലോത്ത്സ് ആകാം, എ പേഴ്സൺ ആകാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. But the thing is that the situation should be a yearning. That means it should be a long desire or deep longing. Okay? So these are the main synonyms that are related to the word yearning, aspiration, fascination, and craving. You can also find out more synonyms if you have any. Just comment it out. Okay? So next word is grueling. Cruel alla. It's grueling. I repeat, grueling. എന്താണ്? എക്സ്ട്രീംലി ടയറിങ് ആൻഡ് ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു ജോലി എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രൂവലിംഗ്, എക്സ്ട്രീംലി ടയറിങ് ആൻഡ് ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം, വളരെ ക്ഷീണം തോന്നുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഗ്രൂവലിംഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ഇതുവരെ നോക്കിയതെന്ന് വെച്ചാൽ സിൻഡിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് ഷൈനിങ് ബ്രൈറ്റ്ലി എന്ന് പറയത്തില്ലേ, ഇങ്ങനെ തിളങ്ങി അങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ കണ്ണടിച്ച് പോകുന്ന രീതിയിൽ തിളങ്ങുകയാണ് സിൻഡിലേറ്റിംഗ്. അതിന് ശേഷം പറഞ്ഞത് നമ്മൾ യേണിംഗ് ആണ് പറഞ്ഞത്. എക്സിലറേറ്റിംഗ് പറഞ്ഞു. എക്സിലറേറ്റിങ്ങും സിൻഡിലേറ്റിങ്ങും ഒക്കെ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള 2 വേർഡുകളാണ്. എക്സിലറേറ്റിംഗ് ആണെങ്കിലും സിൻഡിലേറ്റിംഗ് ആണെങ്കിലും. വെരി ഹാപ്പി, എക്സൈറ്റഡ്, ഷൈനിങ് ബ്രൈറ്റ്ലി, ഇതൊക്കെ രണ്ടും ഓൾമോസ്റ്റ് നമുക്ക് സെയിം ആണ്. ഇനി ഇപ്പോൾ യേണിംഗ് ആക്ച്വലി ഡീപ്പ് ലോങ്ങിങ് ഓർ ഡിസയർ, ഒരാഗ്രഹമാണ്. മറ്റേതൊരു ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇത് യേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി വെർബാണ്. ഐ യേൺ ഫോർ. അതും അല്ലെങ്കിൽ നൗണുമാകാം. യേണിംഗ് ഈസ് ദ റീസൺ ഫോർ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് 2 രീതിയിലും കാറ്റഗറി മാറാം. ഇനി ഗ്രൂവലിംഗ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ നിന്നാണ് തുടങ്ങിയേ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ചു. എനിക്ക് ഉറക്കം വരുന്നു. എക്സ്ട്രീംലി ടയറിങ് ആൻഡ് ഡിഫിക്കൽട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഗ്രൂവലിങ്ങിൻ്റെ വേർഡ് മീനിങ് എന്താണ്? എക്സ്ട്രീംലി ടയറിങ് ആൻഡ് ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ ക്ഷീണമുള്ള എന്തോ ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് ഗ്രൂവലിംഗ്. എക്സാമ്പിൾ, കട്ടിംഗ് ഡയമണ്ട്സ് ഈസ് എ ഗ്രൂവലിംഗ് വർക്ക്. നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞല്ലോ ധരിക്കുന്ന ഈ മോതിരങ്ങളിലെ ഇതാണെങ്കിലും പറഞ്ഞല്ലോ, ഡയമണ്ട് ആണെങ്കിലും നെക്ലേസിലെ ഡയമണ്ട്സ് ഒക്കെ ആണെങ്കിലും, ശരിക്കും പറഞ്ഞാൽ ആ ഇരിക്കുന്ന, എനിക്ക് പറഞ്ഞല്ലോ വെട്ടിത്തിളങ്ങുന്ന എന്ന് പറയത്തില്ലേ, സിൻഡിലേറ്റിംഗ്
ഡയമണ്ട്സ് അതൊരിക്കലും അതേപടി ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണോ? അല്ല. അത് അത്രത്തോളം ഷെയ്പ്പ് ചെയ്ത് വളരെ മോൾഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അതാണ് ആ, പറഞ്ഞല്ലോ കട്ട് ക്ലാരിറ്റി അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ 3 സിയുടെ കാര്യം നമ്മൾ പറയും. അതായത് ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ക്ലിയർ ആൻഡ് ക്ലാരിറ്റി സംതിങ് എക്സാക്ട്ലി. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. സോ ഡയമണ്ടിൻ്റെ ഒരു ക്വാളിറ്റി നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ട് കട്ട് ചെയ്തൊരു ഷേപ്പ് എത്രത്തോളം കട്ട്സ് ഉണ്ട്, കൂടാതെ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് ആ ലൈറ്റ് പറഞ്ഞല്ലോ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ആ ഒരു ഡയമണ്ടിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ ഡയമണ്ട്സ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്രത്തോളം ക്ഷമയും അത്രത്തോളം കഠിനാധ്വാനം വേണ്ട. ഏതൊരു പ്രവൃത്തിക്കും തീർച്ചയായിട്ടും കഠിനാധ്വാനം, ഇറ്റ് റിക്വയർസ് ഹാർഡ് വർക്ക്. ബട്ട് കട്ടിംഗ് ഡയമണ്ട്സ് ഇസ് എ ഗ്രൂവലിംഗ് വർക്ക്. ഇറ്റ്സ് വെരി ടയറിങ് ആൻഡ് ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാരൻ ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ കൂടി അദ്ദേഹവും അത് തന്നെയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതെല്ലാം ചെയ്തിട്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പിക്കിംഗ് സ്റ്റോൺസ്, പിന്നെ ഷേപ്പ് ചെയ്യുക, ഇതൊക്കെ ഒരു ഓർണമെൻറ്റ്സ് മേക്കിംഗ് ആണെങ്കിലും ഈവൻ ഒരു ബിൽഡിംഗ് മേക്കിംഗ് ആണെങ്കിലും എവറിത്തിങ് ഈസ് എ ഗ്രൂവലിംഗ് വർക്ക്. ബിൽഡിംഗ് എ ഹോം ഇസ് എ ഗ്രൂവലിംഗ് വർക്ക്, ബിൽഡിംഗ് എ ഹൗസ് ഇസ് എ ഗ്രൂവലിംഗ് വർക്ക്. ഈവൻ setting up a firm is a grueling work. ടയറിങ് ആൻഡ് ഡിഫിക്കൽട്ടാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിന് ശേഷം വരുന്ന ഒരു സക്സസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൾവേസ് ദ പോസിറ്റീവ് വൺ, ഓർ ദാറ്റ്സ് ദ പ്രയോറിറ്റി. നമ്മളിപ്പോൾ എന്തോരം കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ IELTS ആണെങ്കിലും OET ആണെങ്കിലും പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ഈവൻ ജർമ്മൻ ആണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാന നിമിഷം വരുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ. സോ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളൊരു മധുരം, അല്ലെങ്കിൽ ആ മധുരം, ആ സ്വീറ്റ്നെസ്, ദറ്റ് സ്വീറ്റ്നെസ് ഓഫ് റിസൾട്ട്, ഇറ്റ് ജസ്റ്റ് വാനിഷസ് ഓൾ ദ ഗ്രൂവലിംഗ് വർക്ക്സ്. ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും ടയറിങ് ആൻഡ് ഡിഫിക്കൽറ്റി ഓഫ് വർക്ക് വിൽ ബി വാനിഷ്ഡ് ബൈ ദ സക്സസ്. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, IELTSൻ്റെ ഒരു പറഞ്ഞല്ലോ എക്സാം ഉണ്ട്, അടുത്ത് വരുന്നുണ്ട്, ഈവൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ ഒരിക്കലും നമ്മൾ പാതി വഴിക്കിട്ട് ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കരുത്. എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് പറ്റുന്നില്ല, ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം ഒരു നല്ലൊരു കാര്യം നടക്കണമെങ്കിൽ അതിനൊരു സമയമെടുക്കും. പ്രിൻസി, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിൻസി. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ നമ്മൾ നല്ലൊരു ഒരു കാര്യത്തിന് വേണ്ടിയുള്ളൊരു സെർച്ചാണെങ്കിൽ, അത് നമ്മൾ ഏൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്രത്തോളം നന്നായിട്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സക്സസ്സിൻ്റെ സ്റ്റോറി നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ അക്കാഡമിയിൽ ഇഷ്ടം പോലെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് സക്സസ് സ്റ്റോറീസ്. സോ അതിൻ്റെ പിന്നിൽ എല്ലായിടത്തും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥകളുണ്ടാവും. സോ ആ കഷ്ടപ്പാടുകളുടെ കഥകൾ എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി ആ ഒരു പ്രോസസ്സിംഗ് ആണ്. ഈ പറയുന്ന കട്ടിംഗ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഡയമണ്ടിനെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു, കട്ട് ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ആ ഒരു മേക്കിംഗ് ആണ്. മറ്റൊരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പോച്ച അല്ലെങ്കിൽ പുല്ലെന്നൊക്കെ പറയത്തില്ലേ, പുല്ലുകൾ, ഗ്രാസ് ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ PRUNING, പ്രൂണിങ്, കട്ട് ചെയ്തിങ്ങനെ കോതിയെടുക്കുക പറയും, കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അക്കാഡമിയിലാണെങ്കിലും നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. ആ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷനുള്ളിൽ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, നമുക്ക് ചില വീക്ക്നെസ്സുകളുണ്ടാവാം. ആ വീക്ക്നെസ്സുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് അടിപൊളിയാക്കി നല്ല മോൾഡ് ചെയ്ത് ഒരു IELTSൻ്റെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ OETയുടെ മെറ്റീരിയലായിട്ട് നമ്മളെ തന്നെ സ്വയം മാറ്റിയെടുക്കും. നമുക്ക് കുറച്ചുകൂടെ അറിവുകൾ വളരും. ഈവൻ ഒരു PSC അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെയും അതിന് നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ, ഈവൻ നമ്മളൊരു എക്സാമിന് നമ്മളൊരു കോഴ്സ് ചെയ്തു, ആ കോഴ്സ് കഴിഞ്ഞാൽ PTE ചെയ്തു, CBT ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല മാറ്റങ്ങൾ വരും. പക്ഷേ ആ മാറ്റങ്ങൾക്കായിട്ട് കുറച്ച് സമയമെടുക്കും, ഒരല്പം ഡിഫിക്കൽറ്റിയൊക്കെ തോന്നും. പക്ഷെ അതൊന്ന് പറഞ്ഞല്ലോ നമുക്ക് വേണ്ടിയിട്ടാണ്, എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് നല്ല രീതിയിൽ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്ത വന്നാൽ എല്ലാം ഓക്കെ ആവും. ആ ഒരു ഡിഫിക്കൽറ്റിയൊക്കെ അങ്ങ് മാറും. നമ്മൾ അതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യും. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു റിസൾട്ട് കാണുമ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് കാണുന്നൊരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്
അതിന് ഭയങ്കര വാല്യൂ ആണ്. ഈ പറയുന്ന ഡയമണ്ടിനേക്കാളൊക്കെ വളരെ വാല്യൂ ഉള്ളൊരു കാര്യമാണ്. സോ കമ്മിങ് ബാക്ക്, ഗ്രൂവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സിനോണിംസ് ഏതൊക്കെയാണ്? ലബോറിയസ്, സ്ട്രീനസ്, എക്സ്ഹോസ്റ്റിംഗ്. ഐ എം ടോട്ടലി എക്സ്ഹോസ്റ്റഡ് എന്നൊക്കെ പറയത്തില്ലേ. സോ സെയിം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് മൂവിങ് ഓൺ ടു റിവറ്റിംഗ്. റിവറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേർഡ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ്. എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന ഒരു വേർഡാണ് റിവറ്റിംഗ്. ഹി ലുക്ഡ് റിവറ്റിംഗ് ഇൻ ബ്ലാക്ക് ക്ലോത്ത്സ്. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ്. ഇറ്റ് വാസ് എ റിവൈറ്റിംഗ് സ്റ്റോറി. ഇറ്റ് വാസ് എ റിവറ്റിംഗ് സ്റ്റോറി. റിവറ്റിംഗ് മീനിങ് എന്താണ്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എക്സൈറ്റിംഗ് ആണ്. ഇനി അതല്ല, വേറെ സിനോണിംസ് ഉണ്ട്. എൻചാൻറ്റിങ്, എൻചാൻറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. സോ എൻചാൻറ്റിങ്, ക്യാപ്റ്റിവേറ്റിംഗ്, പിടിച്ചടക്കുന്ന രീതിയിൽ എന്തോ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ക്യാച്ച് ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഐ ക്യാച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ അങ്ങനെയുള്ള വേർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്ന വേർഡാണ് എൻചാൻറ്റിങ്, ക്യാപ്റ്റിവേറ്റിംഗ്, അല്യൂറിങ്. അല്യൂറിങ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഹീ ലുക്ഡ് റിവറ്റിംഗ് ഇൻ ബ്ലാക്ക് ക്ലോത്ത്സ്. സോ ബ്ലാക്ക് ക്ലോത്ത് ഇട്ടപ്പോൾ അദ്ദേഹം എന്തായി മാറി? ഹീ ലുക്ഡ് റിവറ്റിംഗ്, ഇറ്റ്സ് ലുക്ഡ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ്. അല്ലെങ്കിൽ ഹീ ലുക്ഡ് എൻചാൻറ്റിംഗ്, he enchanted. His look was enchanting. His look was captivating. His attire was totally captivating the audience. His attire was alluring. എന്ന് പറയാം. attire, outlook was alluring, was awesome, was extremely interesting and exciting എന്ന് പറയുന്ന ഇത്രയും നീണ്ട ഒരു സെൻറ്റൻസ് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഇത്രയും വേർഡ്സാണ് റിവറ്റിംഗ്, എൻചാൻറ്റിംഗ്, ക്യാപ്റ്റിവേറ്റിംഗ്, അല്യൂറിങ്. Then next one is tenacity. Tenacity, the determination to continue. നമ്മൾ പറഞ്ഞു, നമ്മൾ എക്സാമിൻ്റെ കാര്യത്തിൽ പറഞ്ഞെന്താ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് പാതി വഴിക്ക് ഇട്ടിട്ട് പോവാതെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു മനസ്സ്, ഒരു കോൺഫിഡൻസ്, ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയത്തില്ലേ, നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെ, ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം എന്ന് എല്ലാവരും പറയും. തീർച്ചയായിട്ടും നമ്മൾ എന്തോരം ആൾക്കാരിരുന്ന് പറഞ്ഞാലും നമുക്ക് സ്വയം മനസ്സിലൊരു കാര്യം തോന്നിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്, അത്രത്തോളം നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സോ ടെനസിറ്റി ഈസ് ദ ബ്രിഡ്ജ് ടു സക്സസ്. വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു പാതയാണ് ടെനസിറ്റി. അപ്പം അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ ടു കണ്ടിന്യൂ, തുടരാനുള്ള ഒരു മനസ്സ്, ആഗ്രഹം, ഇതൊക്കെ തന്നെയാണ് ടെനസിറ്റി എന്ന് പറയുന്നത്. ഈ ടെനസിറ്റിയുടെ മറ്റ് സിനോണിംസാണ് പെർസീവിയറൻസ്, വിൽഫുൾനെസ്, ഡിറ്റർമിനേഷൻ. ആ ഡിറ്റർമിനേഷൻ, സ്ട്രോങ് വിൽഫുൾനെസ്, സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഇത് തന്നെയാണ് നമ്മുടെ അക്കാഡമിയിലും പറഞ്ഞത്. യെസ് യു ക്യാൻ, യെസ് വി ക്യാൻ, യു ക്യാൻ, നമുക്കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നത് തന്നെ. സോ അത്തരത്തിൽ നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന ഒരു ഉറപ്പ് തരുന്ന ഒരു അക്കാഡമി തന്നെയാണെന്നും ടിജൂസ് അക്കാഡമി. തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ട് സാധിക്കും, അത് വെറും വാക്കല്ല. ഇത്രയും നാൾ കൊണ്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മൾ ഈ വീഡിയോ എടുത്തു വെച്ചേക്കുന്നതല്ല, അതിന് മുന്നേ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട്. സോ ആ സക്സസ് സ്റ്റോറീസിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് സക്സസ്സുകൾ തന്നെയാണ് ദൈവം സഹായിച്ച് ഇതുവരെ നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞല്ലോ, വിജയത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് IELTSും OETയും ഒക്കെ ബുദ്ധിമുട്ടാണ്, പാസ്സാവാൻ എങ്ങനെ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട. ഇവിടെ ഉണ്ട് ആൾക്കാർ, നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളുടെ ഒരു മനസ്സ്, അത് ഞങ്ങൾക്ക് തരണം, അത്രയേ ഉള്ളൂ. ആ മനസ്സ് വേണം, പഠിക്കാനുള്ള മനസ്സ്. എല്ലാ സപ്പോർട്ടും ഏതൊരു തരത്തിലും എന്ത് രീതിയിലും നമ്മൾ തന്നിരിക്കും. ലൈവായിട്ടും കാര്യങ്ങളും ഇഷ്ടം പോലെ. എന്താ വേണ്ടേ? ഒരു കടൽ പോലെ കിടക്കുകയാണ്, ഇഷ്ടം പോലെ കുറേ കാര്യങ്ങൾ. പോർഷനും സിലബസും ഒന്നുമല്ല, കടൽ പോലെ ഒരുപാട് മെറ്റീരിയലുണ്ട്. സോ ആ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. സോ ഇനി നമുക്കൊരു കഥ പഠിച്ചാലോ? ലെറ്റ്സ് ലേൺ എ സ്മോൾ സ്റ്റോറി. ഒരു കുഞ്ഞു കഥ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സോ ജോൺ നീഡഡ് ടു ഫിനിഷ് ഹിസ് അസൈൻമെൻറ്റ്, ബട്ട് ഹീ ഡിഡൻറ്റ് വർക്ക് ഓൺ ഇറ്റ് അൺടിൽ ദ 11th hour. ആസ് എക്സ്പെക്റ്റഡ്, ഹീ വാസ് ഇൻ എ ടൈം ക്രഞ്ച്. Due to lack of time, he had to cut corners on the assignment.
The teacher said, your assignment is not up to snuff. Your assignment is not up to snuff. So ഇത്രയും ഒരു കുഞ്ഞ് കഥ പറഞ്ഞു. John needed to finish his assignment, but he didn't work on it until the 11th hour. As expected, he was in a time crunch. Due to lack of time, he had to cut corners on the assignment. The teacher said, your assignment is not up to snuff. നമുക്ക് നോക്കാം. So let's have a look and learn the idioms. അപ്പോൾ ഇതിൽ കുറച്ച് ഉപയോഗിക്കുന്ന വേർഡുകളുണ്ട്. നോക്കിക്കട്ടെ. John needed to finish his assignment, but he didn't work on it until the 11th hour. 11th hour എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിൽ ഒരു ഇഡിയംസ് കിട്ടിയോ? എന്താണ് അതിൻ്റെ അർത്ഥം നോക്കിയേ? ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് ഓർ ഫൈനൽ അവർ ബിഫോർ എ ഡെഡ് ലൈൻ. ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് ഓർ എ ഫൈനൽ അവർ ബിഫോർ എ ഡെഡ് ലൈൻ. നമ്മളൊരു ലിമിറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് ടൈം സെറ്റ് ചെയ്തെങ്കിൽ, ഇപ്പോൾ ഒരു മണിക്കാണ് ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻറ്റ് പോസിബിൾ മൊമെൻ്റ് എന്നാണ്. ഇപ്പോൾ 1 മണിക്കാണെങ്കിൽ 12:59 വന്ന് പെട്ടെന്ന് ഓടി വരികയാണ്. സോ ആ ലാസ്റ്റ് മൊമെൻ്റ് ആണ്, ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് ഓർ ഫൈനൽ അവർ ബിഫോർ എ ഡെഡ് ലൈൻ. അത് ഈവൻ നമുക്കിപ്പോൾ 1 മണിക്ക് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ എന്തായാലും 2 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ 12 മണിക്ക് ഇറങ്ങിയാൽ പറ്റുമോ? ഇല്ല, ഇച്ചിരി നേരത്തെ ഇറങ്ങണം. സോ പെട്ടെന്ന് ഇങ്ങനെ ഓടി പിടച്ചിരിക്കും, ഓടി നടക്കുക. എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല, എന്താ വേഗം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനൊരു ഓട്ടത്തിലാണ് എല്ലാവരും അല്ലേ? സോ അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ഒരു സമയം, അതിന് പറയുന്ന പേരാണ് 11th hour എന്ന് പറയുന്നത്. ഇനി ടൈം ക്രഞ്ച് എന്ന് പറഞ്ഞാൽ നോട്ട് ഹാവിങ് ഇനഫ് ടൈം ടു ഡു വാട്ട് ഈസ് നീഡഡ്. അതിൻ്റെ സെൻറ്റൻസ് നോക്കിയേ. ആസ് എക്സ്പെക്റ്റഡ് ഹീ വാസ് ഇൻ എ ടൈം ക്രഞ്ച്. നമുക്കറിയാം ഓൾറെഡി അദ്ദേഹത്തിന് ആ ഒരു ഡ്യൂട്ടി ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു, സമയവും ഇല്ല. നോട്ട് ഹാവിങ് ഇനഫ് ടൈം ടു ഡു വാട്ട് ഈസ് നീഡഡ്. ചെയ്യാനുള്ളൊരു സമയം ഇല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു വേർഡാണ് ടൈം ക്രഞ്ച്. 11th hour എന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റ്. ടൈം ക്രഞ്ച് എന്ന് പറഞ്ഞാൽ നോട്ട് ഹാവിങ് ഇനഫ് ടൈം ടു ഡു വാട്ട് ഈസ് നീഡഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കട്ട് കോർണേഴ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഹി ഹാഡ് ടു കട്ട് കോർണേഴ്സ് ഓൺ ദി അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റിൻ്റെ കോർണേഴ്സൊക്കെ കട്ട് ചെയ്ത് ചെയ്യണോ? അതായത് പേപ്പറൊക്കെ കട്ട് ചെയ്ത് കളയുവാണോ? അല്ല. ടേക്കിംഗ് ഷോർട്ട് കട്ട്സ് ടു ഡു സംതിങ് ക്വിക്ക്ലി. ഒരു കാര്യം ഇന്ന ടോപ്പിക്കിനെ പറ്റി എഴുതണമെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി വേഗം ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ ചെയ്ത് വേണ്ട, അത്രയും പോയി കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൂടി പോകും, അത് വേണ്ട, അടുത്ത പോയിന്റിലേക്ക് നീങ്ങാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് കട്ട് കോർണേഴ്സ്. ടേക്കിംഗ് ഷോർട്ട് കട്ട്സ് ടു ഡു സംതിങ്. ഹി ടുക്ക് കട്ട് കോർണേഴ്സ് ടു സെറ്റ് ദി അസൈൻമെൻറ്റ്. ബിക്കോസ് കട്ട് കോർണേഴ്സ് മീനിങ് ടേക്കിംഗ് ഷോർട്ട് സ്റ്റെപ്സ്, ഷോർട്ട് കട്ട്സ്. ഇനി 4th one എന്ന് പറയുന്നത് എന്താണ്? നോട്ട് മീറ്റിംഗ്. സോ നോട്ട് അപ് ടു സ്നഫ്. അതിൻ്റെ സെൻറ്റൻസ് എന്താണ്? ദ ടീച്ചർ സെഡ് യുവർ അസൈൻമെൻറ്റ് ഇസ് നോട്ട് അപ് ടു സ്നഫ്. ഇസ് നോട്ട് അപ് ടു സ്നഫ് എന്ന് പറഞ്ഞാൽ നോട്ട് മീറ്റിംഗ് ദ റിക്വയർഡ് സ്റ്റാൻഡേർഡ്. പെട്ടെന്ന് ധൃതി പിടിച്ചുണ്ടാക്കിയതുകൊണ്ടാണ് എന്താ ചെയ്തത്? നോട്ട് മീറ്റിംഗ് ദ റിക്വയർഡ് സ്റ്റാൻഡേർഡ്. നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടെ ഒരുപോലെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? നമുക്ക് മെറ്റീരിയലും വേണം, നമുക്ക് ആ ക്വാളിറ്റിയോട് കൂടി അത് പഠിക്കുകയും വേണം. അതുപോലെ തന്നെ പോട്ടെ, അസൈൻമെൻറ്റ് ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷനിൽ ജോണിന് സാധിച്ചില്ല. റൈസ ഷെയ്ഖ്, ഗുഡ് ആഫ്റ്റർനൂൺ റൈസ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആ ഒരു ടാർഗറ്റ് ടൈമിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്താണ്? ഹി വാസ് ഇൻ എ ടൈം ക്രഞ്ച്. പെട്ടെന്ന് അദ്ദേഹം ഒന്ന് സെറ്റ് ചെയ്തു, കോർണേഴ്സൊക്കെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ കട്ടിങ് ദ കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ, കട്ട് ദ കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് ഷോർട്ട് കട്ട്സ് ടു ഡു സംതിങ് ക്വിക്ക്ലി. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതാൻ നോക്കി, എഴുതിയില്ല, പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അങ്ങ് കയറ്റി, അത്ര തന്നെ. അതുപോലെ തന്നെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സിനാണ് പറയുന്നത് കട്ട് കോർണേഴ്സ്. പിന്നെ ഫൈനൽ റിസൾട്ട് എന്താ സംഭവിച്ചേ? ഈ ധൃതി പിടിച്ചിട്ട് എന്താ? നോട്ട് അപ് ടു സ്നഫ്, നോട്ട് മീറ്റിംഗ് ദ റിക്വയർഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ വേണ്ട ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തോ? ഇല്ല. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്കൊരു 4 ഇഡിയംസ് പഠിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഈ ഒരു തലേദിവസം പഠിക്കുക, IELTSൻ്റെത്, ഇത് 2 മാസം വെറുതെ പോയിട്ട് അല്ലെങ്കിൽ അടുത്ത ലാസ്റ്റ് ഒരു മൊമെൻറ്റിൽ നമ്മളൊരു പഠനം, അത് പിന്നെ എങ്ങനെ പഠിക്കാം, നമുക്ക് അങ്ങനെയല്ല. അതിപ്പോൾ IELTS ആണെങ്കിലും OET ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അന്നന്ന് പഠിപ്പിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് ട്രൈ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഒരിക്കലും പഠിക്കരുത്. പഠിക്കാൻ ഞാൻ പറയത്തേ ഇല്ല. ബിക്കോസ് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് മഗപ്പ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുന്നത്. നമ്മളത് നോക്കി മനസ്സിലാക്കുക. എന്നും കുറച്ച് കാര്യങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വേർഡ്സും ചെറിയ സിറ്റുവേഷൻസും, ഇങ്ങനെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചില വേർഡ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. സോ ലാസ്റ്റ് മൊമെൻറ്റിലെ ഒരു പഠിത്തം വേണം,
പക്ഷേ അതൊരു റിവിഷൻ ആയിരിക്കണം. ആദ്യമായിട്ട് പഠിക്കുന്ന രീതിയായി പോകരുത്. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് വെക്കാബുലറീസ് ആണ് നമ്മൾ പഠിച്ചത്, കൂടാതെ കുറച്ച് ഇഡിയംസും പഠിച്ചു. സോ ഇനിയും പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. സോ ഇന്നത്തെ ലൈവിന് വന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. സീ യു സൂൺ. സോ ലേണിംഗ് ന്യൂ തിങ്സ് ഇസ് എ ജോയ്ഫുൾ പ്രോസസ്സ്. അതറിയാമല്ലോ. അപ്പോൾ എന്നും എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ഓരോ പുതിയ കാര്യങ്ങൾ. എന്നാൽ പഴയ കാര്യങ്ങൾ മറക്കുകയും ചെയ്യരുത്. കേട്ടല്ലോ? ഓക്കെ, സോ താങ്ക് യു. സീ യു സൂൺ ഡിയേഴ്സ്. സൈനിങ് ഓഫ്.